ഫാം ഹൗസിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട്, കഴിഞ്ഞ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ എനിക്ക് തന്ന സ്നേഹവും എല്ലാത്തിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ റെസിപ്പിയിലേക്ക് പോവാണ്. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബീഫ് ഫ്രൈ ആണ്. തിരുവിതാംകോടിൻ്റെ സ്വന്തം ബീഫ് ഫ്രൈ. അപ്പം ബീഫ് ഫ്രൈ എന്നുള്ള റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വാക്ക് തിരുവിതാംകോടിനെ കുറിച്ച് പറഞ്ഞോട്ടെ. നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ ഭാഗമായിരുന്നു ഈ തിരുവിതാംകോട് എന്ന് പറയുന്ന പ്രദേശം. അപ്പോൾ തിരുവിതാംകൂർ രാജവംശത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പത്മനാഭപുരമാണ്. ആ പത്മനാഭപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നോർത്തേൺ സൈഡിലുള്ള വ്യാപാരികളെല്ലാം വന്ന് കുടിയേറി പാർത്തിരുന്നു. അപ്പൊ അവർ വന്നതിനാലാവാം അവിടുത്തെ കൾച്ചറും അവരുടെ ആഹാര രീതിയും ഒക്കെ ഒത്തിരി വൈവിധ്യം നിറഞ്ഞതായിരുന്നു. അവിടെ നിന്ന് കിട്ടിയ തനതായ ഒരു വിഭവമാണ് ഈ ബീഫ് ഫ്രൈ. ഞാൻ അതാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ഈ റെസിപ്പി സജസ്റ്റ് ചെയ്തത് എൻ്റെ സുഹൃത്ത് സുധ അബ്ദുൽ ഖാദറാണ്. അപ്പം സുധയ്ക്ക് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ റെസിപ്പിയിലേക്ക് പോകുന്നത്. ഈ റെസിപ്പി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. മാത്രമല്ല വളരെ കുറച്ച് മസാലകളൊന്നും അധികം ചേർക്കാണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. നമുക്ക് ബീഫ് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ആദ്യം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ എടുത്തേക്കുന്നത്. നല്ലോണം വാഷ് ചെയ്തിട്ട് വെള്ളം നല്ല വാർത്തെടുത്തേക്കുന്നതാണ്. അരമണിക്കൂർ വാർക്കാൻ വെച്ചിട്ടാണ് ഇത് എടുത്തേക്കുന്നത്. സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കരിവേപ്പില, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി മസാലയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ 1.5 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നല്ല മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ഇഞ്ച് ഇഞ്ചി മുറിച്ചെടുത്തേക്കുന്നതാണിത്. ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പെരിഞ്ജീരകം 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. കറിവേപ്പില ഒരു 2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 4 ഏലക്ക എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആദ്യം മസാല ഒന്ന് പൊടിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി എടുത്ത് വെച്ചിരുന്നതും നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഈ മസാല ഇതെല്ലാം ഒന്നിച്ചങ്ങ് ആഡ് ചെയ്യുവാണ്. ഇവിടെ തന്നെ ഗ്രീൻ ചില്ലി എടുത്ത് വെച്ചിരുന്നത് അതും ആഡ് ചെയ്തിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിലാണ് ആദ്യം ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത് വെച്ചിരുന്ന മുളക് പൊടി മൊത്തത്തിൽ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഇത് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ എടുത്തിരുന്നത്. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇത് നമ്മളിപ്പോൾ ചതച്ചെടുത്ത ഈ മസാല അതിൻ്റെ കൂടെ ആഡ് ചെയ്യുവാണ്. 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുവാണ്. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുവാണ് ഞാൻ. ഇപ്പം ഞാൻ നല്ലോണം ബീഫ് മസാലയായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇതിൽ നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. വെള്ളം നമ്മൾ ഒഴിക്കുന്നില്ല, ഇതിനകത്ത് നിന്ന് തന്നെ വെള്ളം വരും. ആ വെള്ളത്തിൽ ഇത് വെന്ത് വന്നോളും. അപ്പോൾ ഒരു 3 വിസിലടിക്കുമ്പോഴേക്കും ഞാനിതിനെ മാറ്റിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് വറുത്തിയൊന്നും എടുക്കാം. ഇപ്പം നമുക്കിതിൽ എരിവ് ഇച്ചിരി കൂടുതലായിട്ടായിരിക്കും നമ്മൾ നോക്കുമ്പോൾ ഫീൽ ചെയ്യണത്. ഇത് വെന്ത് കഴിയുമ്പോഴേക്കും, ബീഫ് വെന്ത് കഴിയുമ്പോഴേക്കും എരിവ് കറക്റ്റായിരിക്കും. 3 വിസിൽ കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ പ്രഷർ പോകാൻ ഞാൻ വെയിറ്റ് ചെയ്തു. അത് നമ്മളിത് തുറക്കുവാണ്. ഇപ്പോൾ ഒരു ഇത് നല്ല വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനി ബാക്കി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്ത് വന്നോളും. ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിനകത്ത് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ അല്ലെങ്കിൽ ഇതുപോലെ കടായി അല്ലാന്നുണ്ടെങ്കിൽ ഉരുളി വെച്ചാലും മതി. അപ്പോൾ ആദ്യമേ നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ ഇറച്ചി വേവിച്ച സമയത്ത് നമുക്ക് ഉരുളിയിൽ തന്നെ ഇട്ട് ഡയറക്റ്റായിട്ട് വേവിച്ചെടുക്കാമായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം സവാള ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാം. നമ്മൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുക്കറിൽ ഒന്ന് 3 വിസിലടിച്ചിട്ട് ഇറച്ചിന്ന് പെട്ടെന്ന് വേവിച്ചെടുത്തത്. അപ്പോൾ അതല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഫുള്ള് ഉരുളിയിൽ, പക്ഷേ ഒരു 1.5 മണിക്കൂർ എടുക്കും അതൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉരുളിയിൽ ഫുള്ളിങ്ങനെ പഫ് ചെയ്യാം. അതൊരു മറ്റൊരു അവസരത്തിൽ അങ്ങനത്തെ ഒരു റെസിപ്പി ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ കുറച്ച് ഉപ്പ് ഇപ്പോൾ ഇവിടെ ആഡ് ചെയ്യുവാണ്. നമ്മൾ നേരത്തെ ബീഫിനകത്ത് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനിവിടെ കുറച്ചുകൂടെ ഒന്ന് ആഡ് ചെയ്യണം. കാരണം ഈ ഉള്ളിക്കും ഞാനിപ്പോൾ ഇതിലിടാൻ പോകുന്ന തക്കാളിക്കും കൂടെ വേണ്ടിയിട്ടാണ് ആ ഉപ്പ് ഇങ്ങനെ ആഡ് ചെയ്തത്. ഉള്ളി ഒന്ന് ആ പച്ച ചുവ മാറുന്ന അവസ്ഥയായിട്ടുണ്ട്. നല്ലോണം വഴണ്ട് വരണ്ട. അതിന് മുമ്പ് തന്നെ ഞാൻ തക്കാളി അങ്ങ് ആഡ് ചെയ്യുവാണ്. ഇതൊന്ന് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വഴറ്റാം. തക്കാളി ഞാനൊരു 2 മിനിറ്റ് വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ബീഫ് എടുത്ത് വെച്ചിരുന്നില്ലേ കുക്ക് ചെയ്ത്, ആ ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് നല്ലോണം വഴറ്റി ഈ ഉള്ളിയും തക്കാളിയും ഒന്നും കാണാൻ പറ്റാത്ത തരത്തിൽ ഇതിനൊന്ന് പരട്ടി ഉടച്ചെടുക്കണം. ഈ ടൈമിൽ ഞാൻ കുറച്ച് കരിവേപ്പില കൂടെ ഇപ്പോൾ ആഡ് ചെയ്യുവാണ്. എത്രത്തോളം കരിവേപ്പില നമ്മൾ കൂടുതൽ ആഡ് ചെയ്യുമോ അത്രയും ഇതിന് ടേസ്റ്റ് കൂടും. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കരിവേപ്പില ആഡ് ചെയ്യുവാണ്.
ഇതിൽ ഒട്ടുമേ വെള്ളമില്ലാതെ എണ്ണ തെളിഞ്ഞ് വരുന്ന അത്രയും രീതിയിൽ നമുക്കിത് പറ്റിച്ചെടുക്കണം. ഞാനിതിപ്പോൾ എന്തായാലും ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോഴേക്കും ഇതെല്ലാം ഒന്ന് കറിയെല്ലാം നല്ലോണം ഒന്ന് പറ്റി പിടിച്ച് വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ അടച്ച് വെക്കാൻ പോവാണ്. 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തു. ഇന്ന് ഞാൻ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. എണ്ണ എങ്ങാനും ഇതിങ്ങനെ ചേർത്ത് പോകുന്നതായിട്ട് തോന്നുവാണെങ്കിൽ, ഒട്ടിപ്പിടിക്കുന്ന പോലെ തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ ഇടയ്ക്കൊന്ന് ഒഴിച്ചു കൊടുക്കും. ഫ്രൈ ചെയ്ത് നമുക്കതിൻ്റെ കളർ മാറി മാറി വരുന്നുണ്ട്. ആദ്യം നമ്മളിട്ട് ഫ്രൈ ചെയ്യാൻ തുടങ്ങിയ സമയം മുതൽ കളർ ഇപ്പം കുറച്ചൊന്ന് ഡാർക്ക് ഷെയ്ഡായി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇതിന് കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്യണം. എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് പിടിക്കാൻ തുടങ്ങുമ്പോഴേക്ക് അടിയിലേക്ക് പിടിക്കുന്നതെന്ന് തോന്നുമ്പോൾ എണ്ണ വീണ്ടും കുറച്ചുകൂടെ ഒഴിച്ച് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എനിക്ക് വീണ്ടും എണ്ണ ഒഴിക്കേണ്ടി ഇവിടെ വന്നില്ല, കാരണം എനിക്കിത് നോൺ സ്റ്റിക്ക് ആയത് കാരണം എണ്ണ അധികം ഒഴിക്കേണ്ടി വരുന്നില്ല. നല്ല റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഞാനിതിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. നമുക്ക് വേണമെങ്കിൽ ഇനിയും കുറച്ച് നേരം കൂടെ ട്രൈ ചെയ്ത് നല്ലപോലെ ട്രൈ ആക്കി എടുക്കാം. പക്ഷേ എനിക്ക് ഈ ഒരു പാകമാണ് വേണ്ട. അപ്പം ഞാൻ ഇതിനിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുവാണ്. കുറച്ച് കരിവേപ്പില കൂടെ ഞാൻ അതിൻ്റെ മുകളിൽ ഇടുവാണ്. നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ട്രഡീഷണൽ തിരുവിതാംകോട് ബീഫ് ഫ്രൈ ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസിയാണ്. നമ്മളിപ്പോൾ കുക്കർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അടുത്ത മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് കാണാം.